നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നാണ് ആ പോരാട്ടം. സഞ്ജു സാംസണിൻ്റെ CSK RRുമായിട്ട് ഏറ്റുമുട്ടുന്നു. യെസ്, ഇതുവരെ സഞ്ജുവിൻ്റെ RR ആയിരുന്നു ആ രാജസ്ഥാൻ റോയൽസിനെതിരെ. ഇന്ന് ഗോഹട്ടിയിൽ വെച്ച് സഞ്ജു സാംസൺ CSKയുടെ ജേഴ്സി അണിഞ്ഞിറങ്ങുമ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വളരെ ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ്. രണ്ട് ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അനാലിസിസ് ചെയ്തതായതുകൊണ്ട് വീണ്ടും അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പരിക്ക് CSKക്ക് തിരിച്ചടിയായി. എല്ലിസ് റൂൾഡ് ഔട്ടായി. പകരം സ്പെൻസർ ജോൺസൺ എടുത്തെങ്കിലും അദ്ദേഹം ഇപ്പോഴും പരിക്കിൽ നിന്ന് റീഹാബിലിറ്റേഷനിലൂടെ കടന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. MSD പരിക്കേറ്റ് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കും. ഡേവിഡ് ബ്രവീസ് പരിക്കേറ്റ് ഈ കളി കളിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് CSKയുടെ ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് നമ്മൾ നോക്കിയാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സാം കറൺ പുറത്തായി എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി. പക്ഷേ പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഡൊണാവൻ ഫെരീറ ഓർ ഷനാക്ക എന്നുള്ളതാണ് അവരുത്തരം കാണാൻ വേണ്ടി നോക്കുന്നൊരു ചോദ്യം. ഡൊണാവൻ ഫെരീര ഓർ ഷനാക്ക. അതേസമയം തന്നെ അവർക്ക് ബൗളിങ്ങിൽ ഇപ്പം നാന്ദ്രെ ബർഗർ ഓർ ആദം മിൽനെ, ഇങ്ങനെയുള്ള 1-2 സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ സ്ക്വാഡ് ഓൾമോസ്റ്റ് അവരിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബിൾ 12 പോയാൽ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, ദെൻ നമ്പർ 3 റിയാൻ പരാഗ്, ദെൻ ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ നമ്പർ 5, രവീന്ദ്ര ജഡേജ നമ്പർ 6, നമ്പർ 7 ഡുണാവൻ ഫെരീര ഓർ ദാസുൻ ഷനാക്ക, നമ്പർ 8 ജോഫ്രെ ആർച്ചർ, ദെൻ രവി ബിഷ്ണോയി, തുഷാർ ദേശ്പാണ്ഡെ, നമ്പർ 11 സന്ദീപ് ശർമ്മ, ഇമ്പാക്റ്റ് സബ്ബായിട്ട് നാന്ദ്രെ ബർഗർ ഓർ ആദം മിൽനെ. ഇങ്ങനെയായിരിക്കും അവർ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ ഏറെക്കാലത്തെ പ്രിയപ്പെട്ട ടീമായ CSKക്കെതിരെ കളിക്കാനിറക്കുന്നു. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള സംഭവങ്ങൾ ഈ കളിയിലുണ്ട്. ഏതായാലും മികച്ച ഒരു 11 ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് മാറിയിട്ടുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ വർഷത്തേക്കാൾ ബാലൻസ്ഡ് ആണ് ഈ സ്ക്വാഡ്. പുതിയ ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ കീഴിൽ അവർ ഇന്ന് CSKക്ക് പണി കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. CSKയുടെ ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ ധോണിയുടെ ഇഞ്ചുറി. അപ്പോൾ സഞ്ജു സാംസൺ ഇന്ന് വിക്കറ്റ് കീപ്പറായിട്ടുണ്ടാവും. ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം ഓപ്പൺ ചെയ്യലും സഞ്ജു സാംസൺ ആയിരിക്കും. നമ്പർ 3 ആര് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം ഇനിയും കിട്ടണം. ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ, സർഫ്രാസ് ഖാൻ, ഇതിൽ 6 ആവാം. ഇവരെല്ലാവരും കണ്ടൻഷനിലുണ്ട്. ആയുഷ് മാത്രേ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാർത്തിക് ശർമ്മ അതുപോലെ പ്രശാന്ത് വീർ വലിയ പ്രതീക്ഷയോടുകൂടി CSK ഉറ്റു നോക്കുന്ന താരങ്ങളാണ്. രണ്ടുപേരും ഇന്ന് അവർക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നൂർ അഹമ്മദിൻ്റെ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയതാണ്. അദ്ദേഹം ഉണ്ടാകും ബൗളിംഗ് അറ്റാക്കിന്. മാറ്റ് ഹെൻറിയെ ആയിരിക്കാം ഒരു പക്ഷേ പേസ് ബൗളിങ്ങിനായിട്ട് അവർ ഉപയോഗപ്പെടുത്തുക. പക്ഷേ മാറ്റ് ഹെൻറി ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിലൊക്കെ പന്തിരുന്ന ആളാണ്. എന്നാൽ മറ്റ് IPL ടീമുകളിലാണ് അദ്ദേഹം എങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഒരു ചോദ്യം, ലെഫ്റ്റ് ആം സ്പിൻ ഓഫ് അഖിൽ ഹുസൈൻ ഓർ പേസ് ഓഫ് ജെയ്മി ഒവേർട്ടൺ, ഇതിലാരെ കളിപ്പിക്കും? അത് പിച്ച് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബിൾ 12 നോക്കിയാൽ ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ, ഒപ്പം സഞ്ജു സാംസൺ, രണ്ടുപേരും ഓപ്പൺ ചെയ്യും. ദെൻ ആയുഷ് മേത്രേ അല്ലെങ്കിൽ ഉർവിൽ പട്ടേൽ അല്ലെങ്കിൽ സർഫ്രാസ് ഖാൻ, ഇതിൽ 3-ൽ ഒരാളായിരിക്കും ആ നമ്പർ 3 ഉണ്ടാകുക. ദെൻ മാറ്റ് ഷോട്ട്, ശിവൻ ദ്യൂബെ, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, ജെയ്മി ഒവേർട്ടൺ ഓർ അഖിൽ ഹുസൈന്, ദെൻ നൂർ അഹമ്മദ്, മാറ്റ് ഹെൻറി, ഖലീൽ അഹമ്മദ്, പിന്നെ ഇമ്പാക്റ്റ് സബ് റോളിൽ അൻഷുൽ കമ്പോജ് അല്ലെങ്കിൽ ഗുർജപ്നീത് സിംഗ് അല്ലെങ്കിൽ രാമകൃഷ്ണ ഘോഷ്, ഇതിലൊരാളുണ്ടായിരിക്കും. ഇതാണ് CSKയുടെ ഒരു പ്രോബബിൾ. ഏതായാലും ഇതിൽ പിച്ച് കണ്ടീഷൻ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നൊരു ബിഗ് ക്വസ്റ്റ്യന് കൂടി ബാക്കിയുണ്ട്. ഫ്രഷ് പിച്ചാണ് ഈ ഒരു കളിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. മഴയുണ്ടായിരുന്നു ഇന്നലെ എന്നുള്ളത് കൊണ്ട് അത് അണ്ടർ കവറിലായിരുന്നു പിച്ചുള്ളത്. പിന്നെ ഫോർകാസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ട് എന്നാണ്. പക്ഷേ കളിയാകുമ്പോഴേക്കും ക്ലിയർ ആവും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഇന്നലെ RRൻ്റെ പ്രാക്ടീസ് സെഷൻ മഴ കാരണം കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഇന്നൊരു മികച്ച പോരാട്ടത്തിനുള്ള അരങ്ങൊരുങ്ങിയിരിക്കുന്നു. CSK വിജയ തുടക്കമിടും, സഞ്ജു പൊളിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.